ഗസയിലെ കൂട്ടക്കുരുതിയിൽ വേദന പങ്കുവെച്ച് ഫുട്ബോൾ താരം മുഹമ്മദ് സലാഹിന്റെ ക്രിസ്മസ് സന്ദേശം. കുടുംബങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കുന്ന ക്രിസ്മസ് ഇത്തവണ സങ്കടത്തിന്റേതാണെന്ന് താരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഗസയിലെ കുരുതിയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരെ മറക്കരുതെന്നും താരം പറയുന്നു. കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന വേളയാണ് ക്രിസ്മസ്. പശ്ചിമേഷ്യയിൽ തുടരുന്ന അതിക്രൂരമായ യുദ്ധം, പ്രത്യേകിച്ചും ഗസയിലെ കുരുതികളും വിനാശങ്ങളുമെല്ലാം കാരണം സങ്കടത്തിലാണ് ഇത്തവണ ഞങ്ങൾ ക്രിസ്മസിലേക്ക് കടക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ദുഃഖമനുഭവിക്കുന്ന കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുകയാണ് ഞങ്ങൾ. അവരെ മറക്കരുത്, അവരുടെ യാതനകൾ ശീലമാക്കരുത്. ക്രിസ്മസ് ആശംസകൾ. ഇങ്ങനെയായിരുന്നു സലാഹ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇതിനു മുൻപും ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയ്ക്ക് ഐക്യദാർഢ്യവുമായി താരം രംഗത്തെത്തിയിരുന്നു. അതിക്രൂരമായ ആക്രമണങ്ങളും ക്രൂരതകളുമാണ് ഗസയിൽ നടക്കുന്നതെന്ന് താരം കുറ്റപ്പെടുത്തിയിരുന്നു. ഗസയ്ക്ക് മാനുഷിക സഹായം എത്തിക്കാൻ ലോക നേതാക്കൾ രംഗത്തിറങ്ങണമെന്നും വീഡിയോ സന്ദേശത്തിൽ സലാഹ് അഭ്യർത്ഥിച്ചിരുന്നു. ഇത്തരമൊരു സമയത്ത് സംസാരിക്കുന്നത് എപ്പോഴും അത്ര എളുപ്പമല്ല. കണക്കില്ലാത്ത ആക്രമണവും ഹൃദയം പിളർക്കുന്ന ക്രൂരതകളുമാണ് നടക്കുന്നത്. എല്ലാ ജീവിതവും വിശുദ്ധവും സംരക്ഷണം അർഹിക്കുന്നതുമാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന സംഭവങ്ങൾ അസഹനീയമാണ്. കുടുംബങ്ങൾ പിച്ച് ചീന്തപ്പെടുന്നു. ഈ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വീഡിയോ സന്ദേശത്തിലൂടെ സലാഹ് ആവശ്യപ്പെട്ടത്. ഗസയിലേക്ക് അടിയന്തരമായി മാനുഷിക സഹായം എത്തിക്കേണ്ടതുണ്ട്. അവിടെയുള്ളവർ ഭീകരമായ അവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിലെ ആ ആശുപത്രി കാഴ്ചകൾ അതിഭീകരമാണ്. ഗസ ജനതയ്ക്ക് അടിയന്തരമായി ഭക്ഷണവും വെള്ളവും മെഡിക്കൽ ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കണം. കൂടുതൽ കുരുതികൾ തടയാൻ ഒന്നിച്ചു വരണമെന്ന് ലോക നേതാക്കളോട് ആവശ്യപ്പെടുകയാണ്. മനുഷ്യത്വമാണ് നിലനിൽക്കേണ്ടതെന്നും താരം കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷം കൊടുമ്പിരി കൊള്ളുന്ന പശ്ചാത്തലത്തിൽ കായിക ലോകത്ത് നിന്ന് നിരവധി പ്രതികരണങ്ങൾ ഇതിനോടകം പുറത്തു വന്നിരുന്നു. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ ഫൈനൽസിലെ സമ്മാനത്തുകയിൽ നിന്ന് ഒരു ഭാഗം ഫലസ്തീനിലെ ജനങ്ങൾക്കായി മാറ്റിവെക്കുമെന്ന് ട്യൂണീഷ്യൻ ടെന്നീസ് താരം ഓൺസ് ജാബിർ നേരത്തെ പറഞ്ഞിരുന്നു. ടൂർണമെന്റിൽ ചെക്ക് താരം മാർക്കറ്റെ വോൺഡ്രസോവയെ തോൽപ്പിച്ച ശേഷം കണ്ണീരോടെയായിരുന്നു ജാബിറിന്റെ പ്രതികരണം. ജർമ്മൻ ഫുട്ബോൾ ക്ലബ് ബയൺ മ്യൂണിക് തങ്ങൾ ഇസ്രായേലിനൊപ്പമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. സോഷ്യൽ മീഡിയയിൽ ഫലസ്തീൻ അനുകൂല നിലപാട് കൈക്കൊണ്ട ബയൺ താരം നൗസർ മസ്രോയിയെ വിലക്കിയ ക്ലബ് ഫലസ്തീൻ അനുകൂല പോസ്റ്റുകൾ ഇടരുതെന്ന് താരത്തിന് അന്ത്യശാസനവും നൽകിയിരുന്നു. മറ്റൊന്ന്, ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചതിന് അൾജീരിയൻ താരം യൂസഫ് അദാലിനെ ഫ്രഞ്ച് ക്ലബ്ബ് നൈസ് 7 മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. താരത്തിനെതിരെ ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഫിലിപ്പ് ഡിയാലോ അടക്കം പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു. ഫലസ്തീൻ അനുകൂല പോസ്റ്റിന്റെ പേരിൽ ഡച്ച് ഫുട്ബോൾ താരം അൻവർ എൽഗാസിയെ ജർമ്മൻ ബുണ്ടസ് ലീഗ് ക്ലബ്ബായ മെയിൻസ് പുറത്താക്കുകയാണ് ഉണ്ടായത്. സമൂഹ മാധ്യമങ്ങളിലെ വിവാദ പോസ്റ്റുകളുടെ പേരിൽ താരവുമായുള്ള കരാർ റദ്ദാക്കുന്നതായാണ് ക്ലബ്ബ് അറിയിച്ചത്. ഗസയിലെ ജനങ്ങളുടെ ദുരിതങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്റെ തൊഴിൽ നഷ്ടം ഒന്നുമല്ലെന്നാണ് ഗാസി അന്ന് പ്രതികരിച്ചത്. മുൻ ലോക ഫുട്ബോളർ കരീം ബെൻസേമ, മുൻ ജർമ്മൻ സൂപ്പർ താരം മെസ്യൂട്ട് ഓസിൽ എന്നിവർ ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് രംഗത്തെത്തിയപ്പോൾ ആഴ്സണൽ താരം ഒലക്സാണ്ടർ സിങ്ചെങ്കോ അടക്കമുള്ളവർ ഇസ്രായേലിനെ പിന്തുണച്ചാണ് രംഗത്തെത്തിയത്. നേരത്തെ ഏകദിന ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള വിജയം ഗസയിലെ സഹോദരന്മാർക്ക് സമർപ്പിച്ച പാക്ക് ബാറ്റർ മുഹമ്മദ് റിസ്വാൻ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. എക്സിലൂടെയാണ് താരം വിജയം ഫലസ്തീനികൾക്ക് സമർപ്പിച്ചത്. ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഫലസ്തീന് പിന്തുണയുമായി ഒരു ആരാധകൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതും വലിയ ചർച്ചയായിരുന്നു.